കോഴിക്കോട് കോരപ്പുഴയിലേക്ക് കൂടി നമുക്ക് പോകണം. അവിടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണൽ കൊള്ള നടക്കുന്നുവെന്ന് പരാതിപ്പെടുകയാണ് നാട്ടുകാർ. കോരപ്പുഴ മുതൽ അഴിമുഖം വരെ അടിഞ്ഞുകൂടിയ എക്കലും മണലും നീക്കം ചെയ്ത് പുഴയ്ക്ക് ആഴം കൂട്ടുന്ന പ്രവൃത്തി 2022 തുടങ്ങിയത്. കഴിഞ്ഞ 7 മാസമായി പ്രദേശത്ത് തന്നെ ചെളി കുഴിച്ചുമൂടി അമിതമായി മണൽ കടത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. മത്സ്യത്തൊഴിലാളികളുടെ സുഗമമായിട്ടുള്ള മത്സ്യബന്ധനത്തിനായി കോരപ്പുഴയുടെ ആഴം വർദ്ധിപ്പിക്കണം എന്നുള്ളത് നാളുകളായുള്ള ആവശ്യമാണ്. ഇതിന്റെ മറവിൽ ഇപ്പോൾ നടക്കുന്നത് മണൽ കൊള്ളയാണ്. ചളിയുണ്ട്, അതിനോട് കൂടിയ മണ്ണുണ്ട്. അത് നീക്കം ചെയ്യാനാണ് ഞങ്ങൾ എല്ലാ മേഖലകളിലും നിർദ്ദേശമായിട്ട് വെച്ചത്. 6 മാസത്തോളമായി ഇവരിത് ഊറ്റി കൊണ്ടുവന്നു. നല്ല പൂഴി ഊറ്റി കൊണ്ടുവന്നു. ചളിന്റെ ഭാഗത്തേക്കേ എത്തിയിട്ടില്ല. ഈ കരാറ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ ആദ്യം ഭിത്തി കെട്ടിയതിന് ശേഷം അവിടെ ചളി അവിടെ അടിക്കാനാണ് കരാറുകാർക്ക് കൊടുത്ത നിർദ്ദേശം. 7 മാസമായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോരപ്പുഴ മുതൽ അഴിമുഖം വരെ ആഴം കൂട്ടാനായിരുന്നു പദ്ധതി. 2022 പ്രവൃത്തി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ പ്രവൃത്തി മുന്നോട്ട് പോയി. എന്നാൽ ഇടക്കാലത്ത് മഴ വന്നു. പിന്നീട് പുനരാരംഭിച്ച പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ നാട്ടുകാർ ഒന്നാകെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരിവിടുന്ന് പറയുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ചളിയാണെന്ന്. ഈ ചളി കൊണ്ടുപോയിട്ട് ഇവർ ആദ്യം ഇടുന്നത് കോരപ്പുഴ പാലത്തിന്റെ അടിയിലുള്ള കുറച്ച് സ്ഥലത്താണ്. ആ സ്ഥലത്ത് നിന്ന് മണൽ തരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല മണൽ ഇവർ തരിച്ചിട്ടാണ് എടുത്തു കൊണ്ടുപോകുന്നത്. ചളിയാണെങ്കിൽ പിന്നെ അതെന്തിനാ വെറുതെ തരിക്കാൻ നിൽക്കുന്നത്? ഇവിടെ നടക്കുന്ന മണൽ കൊള്ളയാണ്. കോടികളുടെ മണ്ണ് ഇതിനകം കൊണ്ടുപോയി കഴിഞ്ഞ് ഇനിയും അവർക്ക് അതിന്റെ ഡബിൾ എടുക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട്. അത് എടുക്കാനുള്ള ഉദ്ദേശമാണ് ഇവരെ മനസ്സിലുള്ളത്. പദ്ധതി പുനരാരംഭിച്ച് ഏകദേശം 7 മാസം പിന്നിട്ടപ്പോഴാണ് ഇതിന്റെ അപകടം നാട്ടുകാർ തിരിച്ചറിയുന്നത്. പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാർ സമരം ശക്തമാക്കി. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് സർക്കാർ അതിനുവേണ്ടി നടപടി എടുത്തിട്ട് ശക്തമായിട്ട് സമരം ഉണ്ടാവും. നിങ്ങളെ ജീവൻ എടുത്തതിന് ശേഷം മാത്രം ഇവിടുന്ന് ഒരു തരി മണ്ണ് ഇനി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. പുറത്തെടുത്തിരിക്കുന്ന മണൽ എത്രയും എന്ത് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ലോഡ് കണക്കിന് പെർ ഡേ 150ഓളം അല്ലെങ്കിൽ 140ഓളം ലോഡുകൾ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികളടക്കം ആയിരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ഈ ജനതയ്ക്ക് നീതി ലഭിക്കണം. പുഴയുടെ ഒഴുക്ക് വീണ്ടെടുക്കണം. അതിനായി ചെളിയും എക്കലും നീക്കം ചെയ്യണം. മണൽ മാഫിയയ്ക്ക് തടയിടണം. ഇവരെ വീണ്ടും ശക്തമായ സമരങ്ങളിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തിക്കരുത് എന്ന അപേക്ഷയാണ് സമരസമിതിക്കും നാട്ടുകാർക്കും മുന്നോട്ട് വെക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.